السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد عالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഭക്ഷണപാനീയങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു ചെറിയ സംസാരത്തിൽ 28 കാര്യങ്ങളെക്കുറിച്ച് ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യമായിട്ട് ഒന്നാമതായിട്ട് നിഅമുല്ലാഹി തആല അല ഇബാദിഹി കസീറുൻ വഫീറത്തുൻ വമിൻ അഅ്ളമിഹാ നിഅമത്തു ത്വആമി വശറാബ്. അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ പെട്ട ഒന്നാണ് ഭക്ഷണപാനീയങ്ങൾ. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون എന്ന് സൂറത്തുൻ നഹ്ലിൽ 114 അധ്യായത്തിലും أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون എന്ന് സൂറത്തുൽ വാഖിയയിലും അള്ളാഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ അനുഗ്രഹമാണ് ഭക്ഷണപാനീയങ്ങൾ നമുക്ക് അള്ളാഹു നൽകി എന്നുള്ളത്. രണ്ടാമതായിട്ട് أن يتعلم الأحكام وآداب الطعام والشراب وأن يتحرى الحلال الطيب في طعامه وشرابه ولباسه وسائر شؤون حياته. അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഹലാൽ ഹറാം എന്നൊരു മാനദണ്ഡം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രത്തിലും ഹലാൽ എന്താണ്, ഹറാം എന്താണ് അതനുസരിക്കലും അതേപോലെ ഇതിൻ്റെ ആദാബുകൾ മര്യാദകൾ പഠിക്കലും വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട് അൽ മുസ്ലിമു യജ്അലു ഹയാതഹു കുല്ലഹ ലില്ലാഹി ത്വആമഹ വശറാബഹു വനൗമഹു വയഖ്ളതഹു വജിദ്ദഹു വമുസാഹഹു വഅമലഹു വജമീഅ അഅ്മാലഹു. ഒരു മുസ്ലിം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിനു വേണ്ടിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ച കാര്യമാണ്. കുൽ നബിയെ തങ്ങൾ പറയണം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ അൻആമിൻ്റെ 162, 163 വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയങ്ങളും അവൻ്റെ ജീവിതവും ശ്വാസോച്ഛ്വാസവും എല്ലാം റബ്ബിനു വേണ്ടി മാറ്റിവെക്കണം. ബുഖാരി ഇമാം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്നതുപോലെ ഈ ഹദീസ് മുസ്ലിം ഇമാം 1907 ഹദീസിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഭക്ഷണവും എൻ്റെ പാനീയവും എല്ലാം എൻ്റെ ഇബാദത്തിന് ശക്തി നൽകുന്നതാണ് എന്ന നിയത്തിലൂടെ അവന് അതെല്ലാം ആരാധനയായി മാറുമെന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അനാമു അവ്വലൽ ലൈൽ ഫഅഖൂമു. ആ രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഞാൻ ഉറങ്ങുകയും പിന്നീട് ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫഅഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി. എൻ്റെ ഉറക്ക് ഞാൻ എൻ്റെ ആരാധന പോലെ എനിക്ക് അള്ളാഹുവിനു വേണ്ടി ഞാൻ നിർവഹിക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ കൂലി പ്രതീക്ഷിക്കുന്നു എന്ന സംഭവം ബുഖാരി ഇമാം അവിടുത്തെ 4341 നമ്പർ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ഭക്ഷണങ്ങളെല്ലാം ഹലാലായ നിലയിലാണ് ഉള്ളത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാം ഹലാലാണ്. അതിൽ നിന്ന് പിന്നീട് ചില പ്രത്യേകമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത് ഹറാമിലേക്കും കറാഹത്തിലേക്കും നീങ്ങുന്നത്. വിശാലമായി നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഏതായാലും സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ബഖറയുടെ 129 സൂക്തത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ സർവ്വതും പടച്ചിട്ടുള്ളത്. മറ്റൊരായത്തിൽ അള്ളാഹു തന്നെ പറയുന്നു, സൂറത്തുൽ ആറാഫിൻ്റെ 32 വചനം, കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അവൻ നൽകിയതെല്ലാം ത്വയ്യിബാത്താണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണപാനീയങ്ങൾ ആരും കുറ്റപ്പെടുത്തരുത്. എല്ലാം നിഷിദ്ധമാണെന്ന് നാം അടിയറച്ച് കണ്ണടച്ച് പറയരുത്. അത് ശരിയല്ല. അഞ്ചാമതായിട്ട്
ഐന്ദല്ലറൂറത്തി തുബൈഹുൽ മഹദൂറാത്ത്, ഹറാമായ ഭക്ഷണമാണെങ്കിൽ പോലും മറ്റൊരു ഭക്ഷണം നമുക്ക് ലഭിക്കാനില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപകടം, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് അപകടം ഉണ്ട് എന്ന അവസ്ഥയിൽ അവന് ഹറാമായ ഭക്ഷണങ്ങൾ ആവശ്യത്തിൻ്റെ ഖദർ അനുസരിച്ച് മാത്രം ഭക്ഷിക്കാം. അത് പ്രശ്നമില്ല. അത് ഷാഫി മദ്ഹബിൻ്റെ ഖാഇദ പ്രകാരം പറ്റുന്നതുമാണ്. ആറാമതായിട്ട് സംശയമുണ്ടാകുമ്പോൾ നാം ആ ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ഹലാലാണോ ഹറാമാണോ? അങ്ങനെ ഹലാല് മാത്രം ഭക്ഷിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഏഴാമത്തെ കാര്യം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള ശുബ്ഹകളിൽ നിന്നും അവൻ്റെ വയറിനെയും വായയെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഫമൻ ഇത്തഖ ശുബ്ഹാത്തി ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി വമൻ വഖഅ ഫിശ്ശുബ്ഹാത്തി വഖഅ ഫിൽ ഹറാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക എന്ന് പറയുന്ന ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിയിൽ 2518 നമ്പറായിട്ടും സുനൻ നസായിയിൽ 5711 ഹദീസ് നമ്പറായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. എട്ടാമത്തെ കാര്യം, ഭക്ഷണ പാനീയ ഉപഭോഗ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയെ നാം പിന്തുടരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളതിനെയൊന്നും അടക്കാറില്ല, അതേപോലെ തന്നെ ഇല്ലാത്തതിനെ ആവശ്യപ്പെടാറില്ല, ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഒന്നിനെയും ചീത്ത പറയാറില്ല. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതി നാം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. ഒൻപതാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ നാം പ്രത്യേകം സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് ബിസ്മി ചൊല്ലണം. യാ ഉലാം സമ്മില്ല എന്ന് റസൂലുള്ള ഹദീസിൽ പഠിപ്പിച്ചത് ബുഖാരി ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3576 ഹദീസിൽ പ്രകാരം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് പ്രാവർത്തികമാക്കേണ്ട അദബാണ്, മര്യാദയാണ്, സുന്നത്താണ്. രണ്ടാമത്തെ അദബിൽപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട 10ാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അൽ ജഹ്റു ബിത്തസ്മിയത്തി ഇദാ കാന മഅഹു ജംഉൻ, അവൻ്റെ കൂടെ ആളുകൾ വേറെയുമുണ്ടെങ്കിൽ ചൊല്ലുന്ന ബിസ്മി ഉറക്കെയാക്കൽ സുന്നത്തുണ്ട്. അറിവില്ലാത്തവർക്കും മറന്നുപോയവർക്കും ഒരു ഉണർത്തൽ എന്ന നിലക്കാണ് ഇത് വന്നിട്ടുള്ളത്. 11ാമത്തെ കാര്യമാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണം. ഇടത് കൈകൊണ്ട് ആവശ്യമില്ലാതെ, ഉദുറുണ്ടെങ്കിൽ മാത്രമേ, കാരണമുണ്ടെങ്കിൽ മാത്രമേ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാവൂ. കാരണം ലാ യഅ്കുലന്ന അഹദുൻ മിൻകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇടത് കൈകൊണ്ട് കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. ഫൈന്ന ഷൈത്വാന യഅ്കുൽ ബിശിമാലിഹി വയശ്റബു ബിഹാ, കാരണം ഷൈത്വാനാണ് അവൻ്റെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ ഗ്രന്ഥത്തിൽ 2020 നമ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതേ സമയത്ത് അശക്തതയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ഉണ്ടെങ്കിൽ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നത്, അത് ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല. 12ാമത്തെ കാര്യം, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ തളികയുടെ പാത്രത്തിൻ്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കണം. അതായത് ഭക്ഷണത്തളികയുടെ നടുവിൽ നിന്നോ അതല്ലെങ്കിൽ ദൂരത്ത് നിന്നോ കഴിക്കരുത്. കുൽ മിമ്മ യലീക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അൽ ബറകതു തൻസിലു വസത ത്വആം ഫകുലു മിൻ ഹാഫതൈഹി വലാ തഅകുലു മിൻ വസതിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തുർമുദിയും ഇബ്നു മാജ തങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട 13ാമത്തെ കാര്യം, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ വന്ന് വേവലാതി പറഞ്ഞ സംഭവം നമുക്ക് കാണാം. യാ റസൂലല്ലാഹ് ഇന്നാ നഅ്കുലു വലാ നശ്ബഉ, ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വയറു നിറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് തിരിച്ചു ചോദിച്ചത് ഫലഅല്ലക്കും തഫ്തരിഖൂൻ, നിങ്ങൾ ഒരുമിച്ചിട്ട് കഴിക്കാതെ നിങ്ങൾ വിഭാഗങ്ങളായി ഒറ്റക്കൊറ്റക്കാണോ കഴിക്കുന്നത് എന്നാണ് ചോദിച്ചത്.
കാലു അവർ പറഞ്ഞു നാം. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഫജ്തമിഉ അലാ തആമിക്കും വദ്കുറു ഇസ്മല്ലാഹി അലൈഹി യുബാരിക് ലക്കും ഫീഹി. നിങ്ങൾ ഒരുമിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി കഴിക്കുമ്പോൾ അതിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകും. മറ്റൊരു ഹദീസിൽ തആമുൽ വാഹിദി യക്ഫി ലിസ്നൈൻ വതആമുൽ ഇസ്നൈനി യക്ഫി അൽ അർബഅ വതആമുൽ അർബഅതി യക്ഫി സമാനിയ. ഇങ്ങനെ ഹദീസുകളിൽ കാണാം 1 2 2 4 4 8 ഇങ്ങനെ ബറക്കത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് 14ാമത്തെ മര്യാദ, ഭക്ഷണത്തെ നാം ഒരിക്കലും ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. കാരണം അത് പാടില്ലാത്ത സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് പറയുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഹദീസ് മാ ആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്തു ഇൻ ഇഷ്തഹാഹു അകലഹു വ ഇൻ കരിഹഹു തറക്കഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കഴിക്കുകയും ഇല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കാതിരിക്കുകയും അതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയുമാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ആക്ഷേപിക്കുന്ന രീതി ഒരിക്കലും ഒരു മുസ്ലിമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി ഫോളോ ചെയ്യേണ്ട മുസ്ലിമിന് അനുചിതമാണ്. 15ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അൽ ജുലൂസു അലൽ അർളി ഇൻദൽ അക്ൽ. 16ാമത്തെ കാര്യം, സ്വർണ്ണ വെള്ളി പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. കാരണം ലാ തശ്രിബു ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദ എന്ന് റസൂലുള്ളാഹി തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. വലാ തഅകുലു ഫി സിഹാഫിഹാ ഫഇന്നഹാ ലഹും ഫിൽ ദുനിയ വലന ഫിൽ ആഖിറ. കാരണം നമുക്ക് ആഖിറത്തിലാണ് അത്തരം വലിയ കാര്യങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിനിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നിടത്ത് നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാരിയിരുന്നു കൊണ്ട് കഴിക്കുന്നത് പാടില്ല, അത് മര്യാദകേടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ 3 വിരൽ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക. ഇബ്ഹാം, മുസബ്ബിഹത്ത്, വുസ്ത, ഈ 3 വിരലുകൾ മാത്രം, ചൂണ്ടുവിരൽ, തള്ളവിരൽ, മധ്യവിരൽ, ഈ 3 വിരലുകൾ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്കുലു ബിസലാസി അസാബിഅ വയൽഅഖു യദഹു ഖബ്ല അൻ യംസഹ എന്ന ഹദീസ് ഇമാം മുസ്ലിം 2032ാമത്തെ ഹദീസായിട്ട് അവിടുത്തെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 19ാമത്തെ കാര്യം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ കഴിച്ച വിരൽ ഊമ്പൽ സുന്നത്താണ്. ഇദാ അകല അഹദുക്കും ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹ ഔ യുൽഇഖഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് ചെയ്യുക എന്നതാണ് 20ാമത്തെ മര്യാദ. ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ എന്ന വാചകം നാം ഉച്ചരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദി അൻ യഅകുലൽ അക്ല ഫയഹ്മദഹു അലൈഹ ഔ യശ്റബ അശ്ശർബത ഫയഹ്മദഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ദാഹമകറ്റി ഹംദ് ചെയ്തവനെ അള്ളാഹു തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടുമെന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി പല രീതിയിൽ ഹംദ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നാൻ അൻഹു റബ്ബന അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഇത് മറ്റൊരു രൂപമാണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമ വസഖാ വസവ്വഗഹു വജഅല ലഹു മഖ്റജൻ എന്ന് മറ്റൊരു രീതി. ഇങ്ങനെ പല രീതികളിൽ ഹംദ് ചെയ്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 21. നിന്ന് വെള്ളം കുടിക്കൽ പാടില്ല, ഇരുന്ന് വെള്ളം കുടിക്കലാണ് സുന്നത്തിനെതിരെ ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കുടിക്കുമ്പോൾ 3 മുറുക്കാക്കി കുടിക്കുക എന്നതാണ് 22ാമത്തെ മര്യാദ. ഒറ്റ ശ്വാസത്തിൽ കുടിക്കുന്നതിനേക്കാൾ സുന്നത്ത് 3 മുറുക്കാക്കി കുടിക്കുക എന്നതാണ്. 23. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് ശ്വാസം എത്താത്ത രൂപത്തിൽ നാം ശ്രദ്ധിക്കണം. ശ്വാസം വിടുമ്പോൾ പാനീയം മാറ്റുകയോ ഗ്ലാസ് മാറ്റി വെക്കുകയോ ചെയ്യണം. പാനീയത്തിലേക്ക് നമ്മുടെ ശ്വാസം വരുന്നത് അപകടമാണെന്ന്
അതിബ്ബാവുകൾ പറഞ്ഞതായി വലിയ വിദഗ്ധരായ വൈദ്യന്മാർ പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. 23ാമത്തെ മര്യാദ ശ്വാസം വിടുന്നതിനെ കുറിച്ചാണെങ്കിൽ 24 അനാവശ്യമായിട്ട് അതിലേക്ക് ഊതാൻ പാടില്ല. പാനീയത്തിലേക്ക് അനാവശ്യമായി ഊതാൻ പാടില്ല. എന്നാൽ മന്ത്രിച്ചുകൊണ്ട് ഓതുന്നത് ഇതിനെതിരല്ല. അഇമ്മത്തും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും പറഞ്ഞതുപ്രകാരം മന്ത്രിച്ചുകൊണ്ടുള്ള ഊത്ത് അനുവദനീയമാണ്, അഭിലഷണീയമാണ്. അത് പലപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സാദാത്യങ്ങളുമായ പണ്ഡിതന്മാരെയൊക്കെ അവരെ കൊണ്ട് മന്ത്രിപ്പിച്ച് ഊതുന്നത് ഷിഫ ആണ് എന്ന് ഹദീസുകളടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പാത്രത്തിൻ്റെ ചുണ്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ജഗ്ഗിൻ്റെയും മഗ്ഗിൻ്റെയും നേരെ നമ്മുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാതെ അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് അത് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് കാണാം. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുശ്റബ മിൻ ഫിസ്സിഖാ എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. വെള്ളം കുടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വയറ് നിറയ്ക്കാതിരിക്കാൻ. വയറ് മുഴുവനായും നിറക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മല ആദമിയുൻ ബിഅ ശർറൻ മിൻ ബത്നിൻ ബിഹസ്ബി ബിനി ആദമ അഖ്ലാത്തുൻ യുഖ്മിന സുൽബഹു ഫഇൻ കാന ലാ മഹാലത ഫസുലുസുൻ ലിതുആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി എന്ന ഹദീസുകളിൽ കാണാം. അവൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച മോശമായ പാത്രമാണ് വയർ എന്നതും അതുകൊണ്ട് തന്നെ ആവശ്യമായത് ഖദർ അനുസരിച്ച് മാത്രം ഭക്ഷിക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞത് പ്രകാരം 1/3 ഭക്ഷണത്തിനും 1/3 പാനീയങ്ങൾക്കും 1/3 ഒഴിവാക്കി ശ്വാസത്തിനും വേണ്ടി മാറ്റിവെക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പാനീയ മര്യാദകൾപ്പെട്ട ഒന്നാണ്, വൈദ്യന്മാർ പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വയറ് കാലിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വായയിൽ നിന്നും വിഴുങ്ങി വയറ്റിലെത്തുന്നതിന് മുമ്പ് മറ്റൊരു ഉരുള വായയിലേക്ക് എത്തുക എന്നത് ശരിയല്ല എന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹദീസുകൾ വന്നിട്ടില്ലെങ്കിലും ഷാരിഹുകളും അതേപോലെ ഒരുപാട് അഇമ്മത്തും അതിബ്ബാഇനെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അമിതമായ ഭോജനം അവൻ്റെ ശഹ്വത്തിലേക്കും മറ്റിതര തെറ്റുകളിലേക്കും എത്തിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അറബികളിൽപ്പെട്ട പൗരാണികർ അവരുടെ സംസാരത്തിൽപ്പെട്ടതാണ് അൽ മഇദതു ബൈതുദ്ദാ എന്ന പ്രയോഗം. അതുകൊണ്ട് ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 27ാമത്തെ കാര്യം, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ആവശ്യമുള്ളത് കഴിക്കുക, തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതും. എന്നാൽ അമിതമായ ഭോജനവും അപകടം പിടിക്കും. വകാന ബൈന ദാലിക ഖവാമൻ എന്നാണ് ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. വകുലു വഷ്റബു വലാ തുസ്രിഫു എന്ന് വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ആറാഫിൻ്റെ 31ാം വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ ഖദർ ഭക്ഷിക്കുകയും അനാവശ്യമായ ഭോജനം ഒഴിവാക്കുകയും ആ രീതികൾ പിന്തുടരാതിരിക്കലുമാണ് ഉചിതമെന്നാണ് അയിമ്മത്തും പണ്ഡിതന്മാരും ഇതിൽ നിന്നും പഠിപ്പിക്കുന്നത്. അവസാനമായിട്ട് 28ാമത്തെ കാര്യം, ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതും അത് നൽകിയ ആൾ ഒരടിമയാണെങ്കിൽ അവനും നന്ദി ചെയ്യുക എന്നുള്ളതും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.